ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ വർഗോന് വേണ്ടിയിട്ട് ജൂലൈ മാസത്തിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോസിനെ, കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജീനെ ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീഡിയോസ് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്നെ ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് നിങ്ങളുടെ സിറ്റുവേഷനും നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്തിട്ടാണ്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. എൻ്റെ കോൺടാക്റ്റ് ഡീറ്റെയിൽസൊക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും നിങ്ങൾക്ക് അപ്പോൾ അയച്ചു തരും. ഞാൻ ഇൻസ്റ്റഗ്രാമിലും കുറേ ആക്റ്റീവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ അവിടെയും ഫോളോ ചെയ്തിട്ട് മെസ്സേജ് ചെയ്യാം നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ. അതല്ലാണ്ട് എൻ്റെ ചാനലിൻ്റെ മെമ്പർഷിപ്പ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാം. ചാനലിൻ്റെ മെമ്പർ ആവുമ്പോൾ നിങ്ങൾക്ക് എല്ലാം വീഡിയോസ് ഉടനെ കാണാൻ പറ്റും, വെയിറ്റ് ചെയ്യേണ്ടി വരില്ല. അപ്പോൾ ചാനലിൻ്റെ മെമ്പർ ആവുക, ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ ജൂലൈ മാസത്തിൻ്റെ റീഡിങ്ങിലേക്ക് ചെല്ലാം. ജൂലൈ മാസം നിങ്ങൾക്ക് വേണ്ടിയിട്ട് എങ്ങനെയായിരിക്കും എന്ന് നമ്മൾക്കിപ്പോൾ നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. അപ്പോൾ വർഗോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് മെസ്സേജസ് എന്ന് നമ്മൾക്ക് നോക്കാം. ഓവറോൾ എനർജി ജൂലൈ മാസത്തിൻ്റെ 3 ഓഫ് കപ്സ് ആണ്. നിങ്ങളുടെ പാസ്റ്റ് എനർജി 7 ഓഫ് സോഡ്സ്, നിങ്ങളുടെ കറണ്ട് എനർജി 8 ഓഫ് പെൻറ്റക്കിൾസ്, നിങ്ങളുടെ ഫ്യൂച്ചർ എനർജി കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. നിങ്ങളുടെ ചാലഞ്ച് ഈ മാസം 5 ഓഫ് കപ്സ്. നിങ്ങളുടെ അഡ്വൈസ് ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ. ഹിഡൻ ഫാക്ടർ, സർപ്രൈസ് ഫാക്ടറിൽ 10 ഓഫ് പെൻറ്റക്കിൾസ്. ഔട്ട്കം നിങ്ങളുടെ ഈ കാർഡ്. അപ്പോൾ വർഗോ ഇവിടെ 3 ഓഫ് കപ്സ് ആണ് ഓവറോൾ എനർജി. ഇതൊരു സെലിബ്രേഷൻ്റെ എനർജിയാണ്. ആക്ച്വലി നിങ്ങളുടെ ലൈഫിൽ എന്തോ നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യേണ്ട ഒരു ഗുഡ് ന്യൂസ് എന്തോ ഉണ്ട് ഈ മാസം. 3 ഓഫ് കപ്സ് ഫ്രണ്ട്സിൻ്റെ എനർജിയാണ്. അപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ആയിരിക്കും നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടാവുക. ചില സിറ്റുവേഷനിൽ 3 ഓഫ് കപ്സ് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനും ആവാം. അപ്പോൾ ഇതെന്താണെന്ന് നമ്മൾക്ക് ക്ലാരിഫൈ ചെയ്യാം. 4 ഓഫ് സോഡ്സ്. അപ്പോൾ ഇവിടെ ഒരു സെപ്പറേഷൻ ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, ഈ സെപ്പറേഷൻ ഫിസിക്കൽ സെപ്പറേഷൻ ആയിരിക്കാം. ഏതോ ഒരു പേഴ്സൻ്റെ അടുത്തുനിന്ന് നിങ്ങൾ സെപ്പറേറ്റഡ് ആയിരുന്നു. പക്ഷേ ഇവിടെ ഞാനൊരു പോസിറ്റീവ് എനർജിയാണ് കാണുന്നത്. അപ്പോൾ ഈ സെപ്പറേഷൻ തീർന്നിട്ട് ഇപ്പോൾ നിങ്ങളൊരു വിഷ് ഫുൾഫിൽമെൻറ്റിൻ്റെ ഡിറക്ഷനിലേക്കാണ് പോകുന്നത്. ഒരു പുതിയ ഇവിടെ ഒരു റീകൺസിലിയേഷൻ ആയിരിക്കാം, അതല്ല ഒരു പുതിയ ബിഗിനിങ്. എന്തോ നിങ്ങളുടെ ഒരു വിഷ് ഉണ്ടായിരുന്നു, അത് ഈ മാസം അത് ഫുൾഫിൽ ആവുന്നുണ്ട്. അപ്പോൾ 7 ഓഫ് സോഡ്സ് ആണ് നിങ്ങളുടെ പാസ്റ്റിൽ. 7 ഓഫ് സോഡ്സ് ഒരു ചീറ്റിങ്ങിൻ്റെ എനർജിയാണ്. ഈ 7 ഓഫ് സോഡ്സ് എന്താണ്? ഇവിടെ നിങ്ങളുടെ ലൈഫിലോ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ എന്തോ ഒരു കുറേ ഓപ്ഷൻസിൻ്റെ എനർജി, കൺഫ്യൂഷൻ്റെ എനർജി ഞാൻ കാണുന്നുണ്ട്. ഒരു കമ്മിറ്റ്മെൻറ്റ് ഇല്ലാത്ത പേഴ്സൻ്റെ എനർജിയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരുന്നു നിങ്ങളുടെ പേഴ്സണൽ ലൈഫ്, ലവ് ലൈഫിൽ. അതല്ലച്ചാ ഇത് ഏതോ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഒരു ഡിസിഷൻ എടുക്കാനുണ്ടായിരുന്നു, പക്ഷെ നിങ്ങൾക്ക് ആ ഡിസിഷൻ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നുവെച്ചാൽ നിങ്ങൾ കുറേ കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഇപ്പോൾ ഇത് നിങ്ങളുടെ കരിയറിലും ആവാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ട്രാവൽ എനർജി കാണാണ്ട്, ഒരു ഒരു കമ്മിറ്റ്മെൻറ്റ് ഇല്ലാത്ത പേഴ്സൻ്റെ എനർജി കാണാണ്ട്. അപ്പോൾ ഇത് റൊമാൻറ്റിക് സിറ്റുവേഷൻ ആണെന്ന് വെച്ചാൽ മേ ബി ഈ സിറ്റുവേഷനിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് ഇല്ലാത്ത സിറ്റുവേഷൻ ആയിരുന്നു. ഇതൊരു കരിയർ റിലേറ്റഡ് ഡിസിഷൻ ആയിരുന്നു വെച്ചാൽ അവിടെ ഞാൻ കാണുന്നത് കുറേ ഒരു കൺഫ്യൂസ്ഡ് എനർജിയാണ് നിങ്ങളുടെ മനസ്സിൽ. അപ്പോൾ നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കുറേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, ജോലിയിൽ കുറേ ഓഫേഴ്സ് ഉണ്ടായിരുന്നു, പക്ഷേ നിങ്ങൾക്കൊരു ഷുവർ അല്ല എന്താ വേണ്ടതെന്ന്. അപ്പോൾ 8 ഓഫ് പെൻറ്റക്കിൾസ് ആണ് കറണ്ട് എനർജി. കറണ്ട് എനർജി ജൂലൈയിൽ നിങ്ങൾ കുറേ ബിസിയാണ്, എസ്പെഷ്യലി കരിയറിൽ കുറേ ബിസിയാണ് നിങ്ങൾ. പക്ഷേ ഇവിടെ ഒരു സോൾമേറ്റ് കണക്ഷനും ഞാൻ കാണുന്നുണ്ട്. ലവേഴ്സ് ജെമിനായി എനർജിയാണ്. ഇവിടെ ഒരു ഫയർ സൈനും ഉണ്ട്. അപ്പോൾ ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. നിങ്ങളുടെ ലൈഫിൽ മേ ബി ഒരു പുതിയ പേഴ്സൺ വരുന്നുണ്ടാവും. അതല്ലച്ചാൽ ഈ പേഴ്സൺ തന്നെയാണ് ഇപ്പോഴും കാണുന്നത് ഒരു ഫയർ സൈൻ. എന്നുവെച്ചാൽ ഇവിടെ ഒരു ഫയർ സൈൻ ഉണ്ട്. ഇത് അക്വേറിയസ് ഇല്ലച്ച ഏരീസ് എനർജിയാണ്. അപ്പോൾ ഇവിടെയും ഞാൻ കാണുന്നത് ഏതോ ഒരു പേഴ്സൺ
നിങ്ങളുടെ ലൈഫിൽ കുറേ ഇമ്പോർട്ടൻ്റ് ആണ് ഈ മാസം. ഈ പേഴ്സണെ നിങ്ങളുടെ ജോലിയുടെ ത്രൂ ആയിരിക്കും മീറ്റ് ചെയ്തുണ്ടാവുക. പക്ഷേ ഫ്യൂച്ചറിൽ ഒരു കിങ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. ഇതൊരു വേറെ ഒരു പേഴ്സൺ ആണ്, ടോറസ് എനർജി. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ മേ ബി ഞാൻ പറഞ്ഞ പോലെ ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് ഇവിടെ തന്നെ ഉണ്ടായി. അപ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ്, എന്താ വേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയില്ല. ഒരു പേഴ്സൺ കുറേ സ്റ്റേബിൾ ആണ് ഫിനാൻഷ്യലി, മറ്റേ പേഴ്സൺ കുറേ പാഷനറ്റ് ആണ്. 3 ആൾക്കാർ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ അതാണ് ഇവിടെ പറഞ്ഞത്, ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് ഇവിടെ. പക്ഷേ ഈ സിറ്റുവേഷനിൽ നിങ്ങൾക്കാണ് ചൂസ് ചെയ്യേണ്ടത് 2 ആൾക്കാരുടെ ഇടയ്ക്ക്. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യം അത് തന്നെയാണ് സിറ്റുവേഷൻ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ. നിങ്ങൾക്ക് ഏറ്റവും വലിയ ചാലഞ്ച് 5 ഓഫ് കപ്സ് ആണ്. അപ്പോൾ ഏറ്റവും വലിയ ചാലഞ്ച് ഇവിടെ എന്താ വെച്ചാൽ നിങ്ങൾക്ക് എന്തോ ഒരു റിഗ്രറ്റ് ഉണ്ട് പാസ്റ്റിനെ കുറിച്ച്. മേ ബി നിങ്ങൾ ഒരു പേഴ്സൻ്റെ ഈ കിങ് ഓഫ് പെൻറ്റിക്കിൾസ് നിങ്ങളുടെ പാസ്റ്റ് പേഴ്സൺ ആയിരിക്കാം. ആ പേഴ്സൻ്റെ കൂടെ നിങ്ങൾക്ക് കുറേ ഹിസ്റ്ററി ഉണ്ട്, പക്ഷേ അത് വർക്കൗട്ട് ചെയ്തിട്ടില്ല. ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ പേഴ്സൺ വന്നിരിക്കണം, ഒരു കിങ് ഓഫ് വോൺസ്. ആ പേഴ്സൻ്റെ കൂടെ നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ ഉണ്ടോയെന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടില്ല. അത് അപ്ലിക്കും നിങ്ങളുടെ ഒരു പാസ്റ്റ് പേഴ്സണും തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷനാണ് ഇതിപ്പോൾ. നിങ്ങൾക്ക് അറിയില്ല എന്താ വേണ്ടതെന്ന്. ആക്ച്വലി നിങ്ങളുടെ എനർജി കുറേ ലോ ആണ്, ഒരു ഡിസിൻട്രസ്റ്റഡ് എനർജിയിലാണ് നിങ്ങൾ. എന്നുവെച്ചാൽ നിങ്ങൾക്ക് ഈ സിറ്റുവേഷനിൽ എന്താ വേണ്ടതെന്ന് അറിയാത്ത ഒരു എനർജിയാണ്. ഓക്കെ, കുറേ ഇവിടെ പാഷൻ ഉണ്ട്, കുറേ ഫോർവേഡ് മൂവ്മെൻ്റ് ഉണ്ട്. പക്ഷേ ഏത് ഡിറക്ഷനിലേക്കാണ് പോകേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയില്ല. കുറേ കാര്യങ്ങൾ ഒരുമിച്ച് വരുന്നുണ്ട്. പറഞ്ഞാൽ എല്ലാം ഇത് എക്സ്പെക്റ്റ് ചെയ്യാണ്ടാണ് ഇതൊക്കെ ഉണ്ടാവണേ. ഒരു പേഴ്സൺ നിങ്ങളെ മെസ്സേജ് ചെയ്യുന്നുണ്ട് സഡൻലി ഔട്ട് ഓഫ് ദ ബ്ലൂ. അപ്പോൾ വീൽ ഓഫ് ഫോർച്യൂൺ ആണ് നിങ്ങളുടെ അഡ്വൈസ്. ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ സമയത്തിൻ്റെ എനർജിയാണ്. ഏതോ ഒരു പേഴ്സൺ തിരിച്ചു വരണ എനർജിയാണ്. ആദ്യം ഇവിടെ ടോറസ് എനർജി കാണാണ്ട്. അപ്പോൾ ഇവിടെ പാഷനറ്റ് ന്യൂ ബിഗിനിങ് ഉണ്ട്. യൂണിവേഴ്സ് നിങ്ങളോട് നിങ്ങളുടെ ഇൻസ്റ്റിങ്ക്റ്റിനെ ട്രസ്റ്റ് ചെയ്യാനാണ് പറയണത്. ഓക്കെ, എന്നുവെച്ചാൽ നിങ്ങളുടെ ഇൻസ്റ്റിങ്ക്റ്റ് എന്താ പറയണമെന്ന് വെച്ചാൽ അതിനെ ഫോളോ ചെയ്യുക. ഇവിടെ കുറേ ഒരു പാഷനറ്റ് ന്യൂ ബിഗിനിങ് കാണാണ്ട്. നിങ്ങളുടെ ഹിഡൻ ഫാക്ടറിൽ 10 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ ഓൾറെഡി മാരിഡ് ആണ്. അതുകൊണ്ടും ഇവിടെ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ട്. എന്നുവെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ ഒരു പാസ്റ്റ് പേഴ്സൺ തിരിച്ചു വരുന്നുണ്ട്. കാരണം അത് കുറച്ചൊരു കോംപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഇവിടെ ആരോ നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കുന്നുണ്ട്, ഓർ മെസ്സേജ് അയക്കാൻ പോകുന്നുണ്ട്. ഇവിടെ റൊമാൻറ്റിക് എനർജി കാണാണ്ട്. നിങ്ങൾ കുറേ ഫേമായിട്ട് തീരുമാനം എടുക്കാൻ നോക്കണു, ഈ പേഴ്സണെ കട്ട് ഓഫ് ചെയ്യാൻ നോക്കണു. പക്ഷേ അത് കുറച്ചൊരു ടെംപ്റ്റേഷൻ ഉണ്ട് നിങ്ങളുടെ മനസ്സിലും. എന്നുവെച്ചാൽ ഈ പാസ്റ്റ് പേഴ്സൻ്റെ കൂടെ നിങ്ങൾ കുറേ അറ്റാച്ച്ഡ് ആയിരുന്നു മുമ്പേ. അപ്പോൾ ഇവിടെ കുറേ യൂണിവേഴ്സും പറയണത് ആലോചിച്ചിട്ട് വേണം ഡിസിഷൻ എടുക്കുക. എന്നുവെച്ചാൽ ഇത് ഒരു ഡിഫിക്കൾട്ട് ഡിസിഷൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഔട്ട്കം നിങ്ങൾക്ക് വേണ്ടിയിട്ട് കിങ് ഓഫ് സോഡ്സ് ആണ്. കിങ് ഓഫ് സോഡ്സ് ഒരു പ്രാക്ടിക്കൽ എനർജിയാണ്. ഇതാണ് യൂണിവേഴ്സ് പറയുന്നത്, പ്രാക്ടിക്കലായി ചിന്തിക്കുക. ഇവിടെ എന്തോ ഒരു വലിയ ചേഞ്ച് ഉണ്ടാവാൻ പോകുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. അൺഎക്സ്പെക്റ്റഡ് ചേഞ്ചസ് ഉണ്ട്, ഒരു വലിയ മാറ്റം വരാൻ പോകുന്നുണ്ട്. ഈ കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷൻ ഉണ്ടാവണ കാരണമാണ് ഇവിടെ ഡെവിൽ കാണുന്നത്. എന്നുവെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് ഒരു സിറ്റുവേഷനെ കട്ട് ഓഫ് ചെയ്യണം. അത് ശരിയല്ല. പറഞ്ഞാൽ ഇവിടെ ഓൾറെഡി നിങ്ങൾ കമ്മിറ്റഡ് ആണെന്ന് വെച്ചാൽ വേറെ ഒരു പേഴ്സണിൻ്റെ കൂടെ ഈ ടെംപ്റ്റേഷൻ ഞാൻ പറഞ്ഞ പോലെ ഉണ്ടാവുമ്പോൾ നിങ്ങൾക്കറിയാം എന്താ വേണ്ടത്, എന്താ ഒരു ശരിക്കും ഒരു എന്താ പറയുക, ഒരു ഓണസ്റ്റ് ലൈഫ് നിങ്ങൾക്ക് ജീവിക്കണം വെച്ചാൽ ആ ടെംപ്റ്റേഷനെ കട്ട് ഓഫ് ചെയ്യുക. അതാണ് ഇവിടെ മെസ്സേജ്. എന്നുവെച്ചാൽ സ്റ്റാർ ഉണ്ട്, യൂണിവേഴ്സ് നിങ്ങളോട് മൂവ് ഓൺ ചെയ്യാനാണ് പറയണത്. ഓക്കെ, ഹീലിംഗ്ഡ് എനർജി ഇവിടെ കാണാണ്ട്. കാപ്രിക്കോൺ എനർജി, ഡെവിൽ എനർജി, സ്കോർപ്പിയോ ഉണ്ട് ഇവിടെ, ഏരീസ്, അക്വേരിയസ് ഉണ്ട്, വെർഗോ ഉണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മെസ്സേജ്? സക്സസ് ഉണ്ട്, യെസ്നുണ്ട്, കോംപ്രമൈസും ഉണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മെസ്സേജ് വെർഗോ. ഐ ഹോപ്പ് ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യുക. ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.